ഈ നടുക്ക് സ്വിച്ച് ഇവിടെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നോക്കാൻ പോകുന്നത് റിമോട്ടിലെ ഈ റെഡ് സ്വിച്ച് അതിൻ്റെ പ്രത്യേകതയാണ്. ഇതൊരു ഫസ്റ്റ് ടൈം വാണിംഗ് ആണിത്. ഇപ്പോൾ രണ്ടാമത് ഒന്നുകൂടി തോന്നിക്കുകയാണെങ്കിൽ അടിച്ചിരിക്കും. അപ്പോൾ മനസ്സിൽ അറിയാൻ പറ്റും. അപ്പോൾ ലെറ്റ് സ്റ്റാർട്ട്. നമുക്ക് നമ്മൾ ഫിറ്റ് ചെയ്ത മ്യൂസിക് സിസ്റ്റം ഒക്കെ നമ്മൾ വണ്ടിയിൽ വെച്ചൊന്ന് കാണാം. അപ്പോൾ നമുക്ക് നമുക്ക് നമ്മുടെ ഡാഷ്ബോർഡ് നമ്മൾ പെണ്ണത് ഡാഷ്ബോർഡിൻ്റെ ഉള്ളിലാണ് ഫിറ്റ് ചെയ്തത്. എല്ലാ വണ്ടികൾക്കും ഉണ്ടാവുന്നില്ല. താക്കോൽ ടൈം മതി ഇതിൽ നമുക്ക് കാണാൻ പറ്റും. കാണിച്ചു കൊടുക്ക്. കണ്ടാ നമ്മുടെ 2 സ്പീക്കർ നമ്മൾ മറ്റേത് ഇതിൽ മെമ്മറി കാർഡ് ഉണ്ട്. നമ്മുടെ ഇതിൻ്റെ ഉള്ളിൽ മെമ്മറി കാർഡ് ഇട്ടുണ്ട്. 4GB മെമ്മറി കാർഡ് ഇതിൻ്റെ ഉള്ളിട്ടുണ്ട്. നമ്മൾ ഈ സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഓണായി. ഇപ്പോൾ ഇവിടെ ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ മൂഡ് ഈ നടുക്ക് സ്വിച്ച് ഇവിടെ ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഓളിയും കൂട്ടാനുള്ള സ്വിച്ചാണ്. സ്വിച്ച് ഞാൻ എക്സ്ട്രാ വെച്ചാണ്. ഈ സ്വിച്ച് എക്സ്ട്രാ വെച്ചാണ്. നമുക്കത് ഓണാക്കി കഴിഞ്ഞാലാണ് ഇതിനകത്തേക്ക് പവർ വരുള്ളൂ. ഇവിടെ ആക്കി കഴിഞ്ഞാൽ പാട്ട് വരും. അതിവിടേക്ക് നമുക്ക് വേണമെങ്കിൽ ഓഫ് ചെയ്യാം. ഇത് റേഡിയോ ആണ്, റേഡിയോ FM റേഡിയോ. അതിൻ്റെ ഇതൊരെണ്ണം നമ്മുടെ റിമോട്ട് കൺട്രോളിൻ്റെ, ഒരെണ്ണം FM റേഡിയോയുടെ വയറാണ്. FM റേഡിയോ ഞാൻ റേഞ്ച് പിടിക്കാൻ വേണ്ടി വച്ചിട്ടില്ല, അതുകൊണ്ടാണ് എയർപ്പ് വെക്കുന്നത്. അതിൻ്റെ ആവശ്യമില്ല. പിന്നെ ഇത് നമ്മളെ ചാർജിങ് സോക്കറ്റ് വെച്ചാണ് നമ്മുടെ മൊബൈൽ ഫോണൊക്കെ ചാർജ് ചെയ്യാൻ വേണ്ടി എക്സ്ട്രാ ചാർജിങ് സോക്കറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയാണിത്. മൊബൈലൊക്കെ കുത്തി ചാർജ് ചെയ്യുമ്പോൾ അതിന് ഇതിൻ്റെ കൂടെയും വരുന്നുണ്ട്. ഇവിടുത്തെ USB പോർട്ടിൽ നമുക്ക് വേണമെങ്കിൽ മൊബൈൽ ഫോണൊക്കെ ചാർജ് ചെയ്യാം. അപ്പോൾ അതിനകത്ത് നിലവിൽ 2 ഫോൺ വരെ നമുക്ക് ചാർജ് ചെയ്യാവുന്ന രീതിയിലാണ് വെച്ചാണ്. രാത്രിയൊക്കെ നല്ല സെറ്റപ്പാണ്. അപ്പോൾ നമുക്ക് എങ്ങോട്ടും ദൂരെ യാത്രയൊക്കെ പോകണമെങ്കിൽ ആവശ്യം വരുന്നതാണിത്. അപ്പോൾ അതിനോട് വെച്ചാണ് നമ്മുടെ ഈ റെഡും ബ്ലാക്കും ആയിട്ട് 2 വയറാണുള്ളത്. ഈ റെഡും ബ്ലാക്കും 2 വയർ. ഈ റെഡ് പോസിറ്റീവും മറ്റേ നെഗറ്റീവും. നമ്മുടെ ബാറ്ററിയിലേക്ക് ഇതേപോലെ തന്നെ റെഡും ബ്ലാക്കും 2 വയറുണ്ട് ബാറ്ററി തന്നെ. ആ വയറിലേക്ക് ഈ കണക്ഷൻസ് രണ്ടും ഞാൻ ഇതിൻ്റെ അടിവഴിയാണ് മറ്റേ അടികൾ നേരെ ബാറ്ററിയിലേക്ക് കൊടുത്തേക്കാണ്. അപ്പോൾ അതുപോലെ ഡയറക്റ്റായിട്ട് ഈ 2 വയർ മാത്രം നമ്മൾ ബാറ്ററിയിലേക്ക് കൊടുത്താൽ മതി. ഞാൻ പുറകെ എടുത്തേക്കുവാണ്. ഈ സിസ്റ്റത്തിൽ തന്നെ ബ്ലാക്കും 2 വയർ 12 വോൾട്ട് ബാറ്ററിയിലേക്ക് കൊടുത്തേക്കുവാണ്. ഇപ്പോൾ വേറെ ഒന്നും ചെയ്യാനില്ല. അതിനകത്ത് കൊടുക്കുക. പിന്നെ സ്വിച്ച് അതൊക്കെ എക്സ്ട്രാ നമ്മുടെ ഓരോരുത്തരും ഇഷ്ടമനുസരിച്ച് വയ്ക്കുക. ഞാൻ പിന്നെ പവർ ലോസ്റ്റ് വരാണെങ്കിൽ വേണ്ടി മാത്രം എക്സ്ട്രാ വച്ചുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് സംഭവം. 12 വോൾട്ടാണ് ഇന്ന് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നല്ല അത്യാവശ്യം നല്ല വോളിയത്തിൽ കിട്ടും. അതാണ് ഇതിൻ്റെ സവിശേഷതയൊക്കെ. അപ്പോൾ നമുക്കിത് റിമോട്ട് വഴി എങ്ങനെ കൺട്രോൾ ചെയ്യാൻ നോക്കാം. നമ്മൾ റിമോട്ട് ഒന്ന് കാണിച്ചു തന്നതേ. ഈ സാധനം നമ്മൾ കീച്ചൈൻ്റെ നമുക്ക് ഇങ്ങനെ ഇടാം. ഇതാക്കുന്നതിലൂടെ ഇങ്ങനെ ഇടാം. ഇതാണ് നമ്മുടെ റിമോട്ട് വഴി എങ്ങനെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് നോക്കാം. ഇതിപ്പോൾ റേഡിയോയാണ്, FM റേഡിയോ. റേഞ്ച് നമ്മൾ ഇട്ടിട്ടില്ല, നമ്മുടെ അതിൻ്റെ റേഞ്ചിന് കൊടുത്തുള്ള. നമുക്ക് ഇതിനകത്ത് മാറ്റാം. പിടിച്ചിട്ട് നമുക്ക് റിമോട്ട് വഴി കൺട്രോൾ ചെയ്യാം. FM വയ്ക്കാം. നമുക്ക് പാട്ട് വയ്ക്കാം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് റിമോട്ടിലെ ഈ റെഡ് സ്വിച്ച് അതിൻ്റെ പ്രത്യേകതയാണ്. ഇതൊരു
എന്ന് വെച്ചാൽ പ്രത്യേക ഒരു സ്പെസിഫിക്കേഷനാണ് മ്യൂസിക് സിസ്റ്റത്തിൽ സാധാരണ ഒന്നും ഉണ്ടാവാറില്ല. നമ്മുടെ സ്കൂട്ടറിനും ബൈക്കിനൊക്കെ വേണ്ടി പ്രത്യേകിച്ചുള്ള ഒരു ആൻറ്റി തീഫ്റ്റ് അലാറം എന്ന് വെച്ചാൽ നമ്മൾ ഈ വണ്ടി എടുക്കുമ്പോഴാണ് ആരും നമ്മുടെ വണ്ടിയൊക്കെ മോഷ്ടിക്കാനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അലാറം അടിക്കും. നമുക്ക് അപ്പോൾ ഉടമസ്ഥനെ അറിയാൻ പറ്റും. അങ്ങനത്തെ സംഭവം സെറ്റ് ചെയ്തേക്കുന്ന സാധനമാണിത്. അപ്പോൾ നമുക്കത് നോക്കാം. നമ്മുടെ വണ്ടി ഓണാന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ ഈ സ്വിച്ചിലേക്കിട്ട് അത് ഓണാക്കി ഇടും. അപ്പോൾ അലർട്ട് ഓൺ എന്ന് പറയും. അപ്പോൾ നമ്മുടെ വണ്ടി ഇപ്പോൾ അലർട്ടിലാണ്. ആരെങ്കിലും മോഷ്ടിക്കാനോ അല്ലെങ്കിൽ വല്ല വണ്ടിയൊക്കെ നമ്മൾ മുട്ടുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വണ്ടിയിൽ നിന്ന് അലാറം അടിക്കും. അപ്പോൾ നോക്കാം. ഫസ്റ്റ് ടൈം വാണിംഗ് ആണിത്. ഇപ്പോൾ രണ്ടാമത് ഒന്നുകൂടി സൗണ്ട് വെക്കുവാണെങ്കിൽ അലാറം അടിച്ചിരിക്കും. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും. നമുക്ക് അങ്ങനെ ഓഫാക്കാം. അങ്ങനെ ഭയങ്കര സാങ്കേതികതകളൊക്കെ ഉള്ള ഒരു മ്യൂസിക് സിസ്റ്റമാണിത്. ഈ വിലക്ക് ഇത് ഭയങ്കര ലാഭമാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ കാണാത്തൊരു കാണണം. അതിനകത്ത് നമ്മൾ ഇത് കാണിച്ചിരുന്നു, മ്യൂസിക് സിസ്റ്റം വിശദമായിട്ട് കാണിച്ചിരുന്നു. അപ്പോൾ കഴിഞ്ഞ വീഡിയോ കാണാത്തൊരു കാണണം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാതിരിക്കും. ബൈ.